റിപ്പോർട്ട് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതുവരെ വർക്കിംഗ് ആവത്തില്ല എന്ന് പറഞ്ഞ കിഡ്നി 33% വർക്കിങ്ങും 20% ഉണ്ടായിരുന്ന എന്റെ കിഡ്നി 67% വർക്കിംഗ്, മൊത്തത്തിൽ 100% എന്റെ കിഡ്നി വർക്കിംഗ് ആയി തുടങ്ങി. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച പരമായിട്ടാണ്. അന്ന് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു, പക്ഷെ കാശുരൂപവും അതുപോലെ തന്നെ വല്യമ്മ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എല്ലാം പറഞ്ഞ് അന്നും അമ്മ മാതാവിന്റെ കൃപ കൊണ്ട് എനിക്ക് ഓപ്പറേഷന്റെ ട്രാൻസ്പ്ലാന്റേഷന്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു. സെപ്റ്റംബർ 10 ഞാൻ അഡ്മിറ്റ് ആയ സമയത്ത് അവർ പറഞ്ഞു ഇനി നമുക്ക് കിഡ്നി മാറ്റിവെച്ചേ പറ്റത്തുള്ളൂ, കാരണം ഇനി ഈ ഉള്ള കിഡ്നി കൊണ്ട് കൊച്ചിന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും വേറൊരു കിഡ്നിയുടെ ആവശ്യം ഉണ്ടാവും, അതുകൊണ്ട് അച്ഛനോ അമ്മയോ കിഡ്നി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് അവർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂറോളജി ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആദ്യം നമുക്ക് ബ്ലാഡറിന്റെ ഓപ്പറേഷൻ ചെയ്ത് നോക്കാം, നോക്കിയ ശേഷം എന്താണെന്ന് വെച്ചാൽ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വീണ്ടും യൂറോളജിയിൽ ഈ 2024 സെപ്റ്റംബർ 20 അഡ്മിറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആക്കി അവര് എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇനി ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവസാനത്തെ ഒരു ടെസ്റ്റും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം, അതായത് കിഡ്നിയുടെ വർക്കിംഗ് എത്രയുണ്ട് എന്നുള്ള, ഇനിയിപ്പോൾ ഏത് കണ്ടീഷനാണ് എന്നറിയാൻ വേണ്ടിയിട്ടൊരു സ്കാനിങ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് സ്കാനിങ് എടുത്തു. അതുവരെ എനിക്ക് ദൈവത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഞാനിങ്ങനെ സ്കാനിങ്ങിന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ച് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ കർത്താവിന്റെ ഫോട്ടോയാണ് ഞാൻ കണ്ടത്. ആ ഫോട്ടോയിൽ നോക്കി ഞാൻ കരഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അച്ഛന്റെ ബ്ലെസ്സിങ് മേടിച്ച് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശുരൂപം തന്നായിരുന്നു. ആ കാശുരൂപം ഞാൻ എവിടെ പോയാലും എന്റെ ഡ്രസ്സിൽ ഞാൻ വെച്ചിട്ടാണ് പോകുന്നത്. എവിടെ പോയാലും ഞാൻ അത് വെച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എവിടെ പോയാലും അതിൽ പിടിച്ചിങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, അമ്മ മാതാവിനെ രക്ഷിക്കണേ. അന്നൊരു വിശ്വാസം, എനിക്ക് പൊതുവെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയ വിശ്വാസം അമ്മ മാതാവിന്റെ കൂടെ ഉണ്ടാവുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സ്കാനിങ് എടുക്കാൻ പോകുന്നതിന്റെ, അതായത് റിസൾട്ട് വരുന്നതിന്റെ അന്ന് രാത്രി എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് അമ്മ മാതാവ് ഇങ്ങനെ പറഞ്ഞു നിന്റെ അമ്മ എന്നിലാണ് നിന്നെ ഏൽപ്പിച്ചത്, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല, നീ എന്തിനാ പേടിക്കുന്നേ എന്ന് അമ്മ മാതാവിനെ സ്വപ്നത്തിൽ വന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എണീച്ചിട്ട് ആ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അതിനുശേഷം സ്കാനിങ് റിപ്പോർട്ട് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതുവരെ വർക്കിംഗ് ആവത്തില്ല എന്ന് പറഞ്ഞ കിഡ്നി 33% വർക്കിങ്ങും 20% ഉണ്ടായിരുന്ന എന്റെ കിഡ്നി 67% വർക്കിംഗ്, മൊത്തത്തിൽ 100% എന്റെ കിഡ്നി വർക്കിംഗ് ആയി തുടങ്ങി. അപ്പൊ ഡോക്ടേഴ്സിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം അവര് കിഡ്നി മാറ്റി വെക്കാനായിട്ടുള്ള എല്ലാ പ്ലാനും ചെയ്ത് എല്ലാ ടെസ്റ്റും എല്ലാം എടുത്തു വെച്ചിരുന്നതാണ്. പക്ഷെ അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് എന്ത് സംഭവിച്ചെന്ന് അവർക്ക് അറിയത്തില്ല. രാവിലെ മുതൽ എന്റെ 2022 മുതലുള്ള എന്റെ എല്ലാ റിപ്പോർട്ടും അവർ രാവിലെ മുതൽ ഉച്ച വരെ നോക്കിയിട്ടും അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. അന്ന് വൈകിട്ട് എന്നോട് പറഞ്ഞു ഡിസ്ചാർജ് ആക്കി പൊക്കോ, നമുക്ക് ഒരു ഓപ്പറേഷന്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട്, ഇനി നമുക്ക് മരുന്നിലൂടെ മാറ്റാൻ. അന്ന് വൈകിട്ട് എന്റെ ആന്റിബയോട്ടിക് 1.5 വർഷമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ആന്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്തു.